ഫുഡ് ഡെലിവറി ജോലിക്കിടയിൽ പാലത്തിലിരുന്ന് പഠിക്കുന്ന യുവാവിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ദൃശ്യങ്ങളായിരുന്നു. ആ യുവാവ് പാലക്കാട് നെന്മാറ സ്വദേശിയായ അഖിൽ ശിവദാസനാണ്. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ഫുഡ് ഡെലിവറി ജോലി ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ആ പാലത്തിലെ ഇരുണ്ട വെളിച്ചത്തിലിരുന്ന് അദ്ദേഹം പഠിച്ചത്? ആ കാര്യങ്ങൾ നമ്മളോട് അഖിൽ ശിവദാസൻ തന്നെ വിശദീകരിക്കുകയാണ്. അഖിൽ, എന്തായിരുന്നു അന്നത്തെ ആ സംഭവം എന്ന് പറയുമോ? ആക്ച്വലി അന്ന് ഞാനിപ്പോൾ ഫുഡ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡെലിവറി ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് ടൈം ഉണ്ട്, കാരണം അന്ന് ഓട്ടം കുറവായിരുന്നു. ഓട്ടം കുറവാക്കാനപ്പോൾ നമുക്ക് മൊത്തം ഒരു 5 ഓട്ടമെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നാലും എനിക്ക് പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ എനിക്ക് നടന്നു പോവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, എന്തായാലും ടൈമുണ്ട്, അപ്പോൾ ഒരു 5 ഓട്ടം എന്തായാലും എടുക്കണം. ആകെ ഒരു 3 ഓട്ടോ കിട്ടിയിട്ടുണ്ടാവും, 2-3 ഓട്ടോ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഓട്ടം കഴിഞ്ഞ് മീൻസ് ഓട്ടത്തിന് വന്നു കഴിഞ്ഞപ്പോൾ വിശന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫുഡും വാങ്ങിയിട്ട് നേരെ വന്ന് നമ്മുടെ ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ വന്ന് ഇരുന്നു കഴിഞ്ഞപ്പോൾ ഫുഡും കഴിച്ചു. അവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ശരി, ബാക്കി കുറച്ച് കാര്യങ്ങൾ മീൻസ് പിറ്റേ ദിവസം എനിക്ക് എക്സാം മീൻസ് ക്ലാസ് ടെസ്റ്റാണ്, നോർമൽ ക്ലാസ് ടെസ്റ്റായിരുന്നു. അപ്പോൾ ശരി, എന്തായാലും കുറച്ച് പോർഷൻസൊക്കെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനെടുത്ത് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മീൻസ് ഈ പറഞ്ഞ പോലെ ഞാൻ വലുതായിട്ടൊന്നും വലിയൊരു പഠിപ്പ് അങ്ങനെയല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യങ്ങൾ ഞാൻ വീണ്ടും അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്, അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അതിങ്ങനെ നോക്കി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ നസ്രു ബ്രോ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പഠിക്കുകയാണ്. എന്താ പഠിക്കണോ ചോദിച്ചാൽ ഞാൻ ജർമ്മനാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വിഷസൊക്കെ പറഞ്ഞ് നേരെ പോയി ഒരു പേനയൊക്കെ വാങ്ങിയിട്ട് വന്നു. അതുകൊണ്ട് വീണ്ടും വന്ന് എൻ്റെ അടുത്ത് ഒരു വിഷസൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി ഞാനും നോർമലായിട്ട് ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. കാരണം ഒരു സിറ്റുവേഷൻസ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും. എന്താണ് പഠിക്കുന്നത്? ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് പോകാനാണ്? അതെ, ഞാൻ ഹൗസ് ബിൽഡിംഗ് നേഴ്സിംഗ് പ്രോഗ്രാമാണ് നോക്കുന്നത്. അപ്പോൾ അത് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് മസ്റ്റാണ്. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ലാംഗ്വേജ് ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. സോ അതായിരുന്നു ആദ്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഇംഗ്ലീഷ് പോലെ അത്ര എളുപ്പമുള്ളതല്ല, കാരണം പോലെ തന്നെ അത് പുതിയൊരു ലാംഗ്വേജാണ്, നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് വന്നേക്കുന്നത്. അപ്പം സാമ്പത്തികം നമ്മുടെ ഈ സൊമാറ്റോ അതല്ലേ ഓടുന്നത്, അതുകൊണ്ട് മാത്രം സാധിക്കുമോ? ഇല്ല, നമുക്ക് കാരണം സൊമാറ്റോന്ന് എനിക്ക് ഓടിക്കഴിഞ്ഞാൽ മാസം നമുക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ എനിക്ക് കിട്ടിയത് നമുക്ക് വീക്ക്ലി പേ ഔട്ടാണ്. അപ്പോൾ വീക്ക്ലി എനിക്ക് കിട്ടുന്ന ഒരു 600-670 രൂപ. കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടിയ 650-670 രൂപ, അങ്ങനെ ആ ഒരു റേറ്റിലായിരുന്നു എനിക്ക് കിട്ടിയത്. സോ അങ്ങനെ കിട്ടിയിട്ട് മാത്രം കാര്യമില്ല. കാരണം പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് വീട്ടുകാരൻ്റെ ഒരു ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളും കൂടി നോക്കാം. പ്ലസ് അതുമാത്രമല്ല, അതിന്ന് ഇപ്പോൾ ഒരു അടുത്ത ഫീസ് കെട്ടണം എന്നുണ്ടെങ്കിൽ അതിലൊരു 1000 രൂപയാണെങ്കിൽ നമ്മൾ ചേർത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 1000 രൂപ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോൾ ക്ലാസ്സും വൈകിട്ട് ഈ സൊമാറ്റോ ഓട്ടം കൂടെ ആവുന്ന ടൈമിൽ പഠിക്കാനാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ നമുക്ക് പഠിക്കണം. വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതുണ്ടായത്? അയ്യോ, ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നത്. നമ്മുടെ സൈലം ഗ്രൂപ്പിൻ്റെ സാറ് ഡോക്ടർ അനന്തു സാറ് വന്ന് പിന്നെ എന്തൊക്കെയോ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറേ കമൻറ്റ്സ് കുറേ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷാഫി പറമ്പിൽ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ വെളിയിൽ നിന്നുള്ള കുറേ കോൾസ്, ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് എന്നാണ്. ഒരുപാട് ഞാൻ തന്നെ അതിശയിച്ചു, കാരണം എൻ്റെ തന്നെ കിളിയെല്ലാം പോയി, എന്താ ചെയ്യണ്ടേന്ന് അറിയുന്നില്ല. ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു എന്താ നിനക്ക് വേണ്ടത്, ഞങ്ങൾ ചെയ്യാം. ഒരുപാട് അതേപോലെ തന്നെ നമ്മുടെ അനന്തു സാറ് പോയി ഇവിടെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം അനന്തു സാർ നേരെ വന്ന് വീട്ടിലേക്ക് വന്ന് നമുക്കൊരു എമൗണ്ടൊക്കെ തന്നതിന് ശേഷം സാറിൻ്റെ ഒരു ഫ്രണ്ട്സുമായിട്ട് മീൻസ് അവർ കോണ്ടാക്റ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ച് അവർ പറഞ്ഞു ഇന്ന പോലെ കാര്യങ്ങൾ നിനക്ക് എന്താണോ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരാം, നിനക്ക് ഏതാണ് കോഴ്സ് നോക്കുന്നത് അതെല്ലാം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അഖിലിൻ്റെ വീട്ടിലേക്ക് പോകും, അതായത് പാലക്കാട് നെന്മാറയിലാണ് വീട്. എന്താണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
വീട്ടിൽ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, പിന്നെ 2 അനിയന്മാരുണ്ട്. അവർ പഠിക്കണം. +2, ഒരാൾ +2 കഴിഞ്ഞു, ഒരാൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനൊക്കെ എന്താണ്, കർഷകനാണോ? അച്ഛൻ നമ്മുടെ വീട്ടിൽ തന്നെ അടുത്തൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ അവിടെ സാധാരണ പണിക്ക് പോവും. പിന്നെ അമ്മ സാധാരണ വീട്ടിൽ അടുത്തൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും പണിയുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവും. ശരിക്കും ഈ ഒരു മേഖല, അതായത് വിദേശത്തേക്ക് പോയി പഠിക്കാം എന്ന്, അല്ലെങ്കിൽ നേഴ്സിംഗ് തന്നെ പഠിക്കണമെന്നാണ് അങ്ങനെ ഒരു ആഗ്രഹം വരാൻ, അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? നമുക്ക് വിദേശത്ത് പോകാമെന്നുള്ളൊരു ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത്. അതായത് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ ഒരു സ്റ്റോർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഞാൻ നമുക്ക് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നടന്നു പോകും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇതായിരുന്നില്ല. മീൻസ് എനിക്ക് എൻ്റെ ഫാമിലീനെ നോക്കണം, വീട്ടുകാരനെ, ഞാൻ മുത്തശ്ശൻ്റെ ഒപ്പം തന്നെയാണ് താമസം. അപ്പോൾ അവരിനാണ് എനിക്ക് ഒരു 24 വയസ്സ് വരെയെങ്കിലും അവരാണ് എന്നെ നോക്കിയതും വളർത്തിയതും എല്ലാം തന്നെ. സോ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറേ കടമകളുണ്ട്. അപ്പോൾ അത് ചെയ്തു കൊടുക്കണം. പക്ഷെ അത് നമുക്ക് ഇവിടെ നിന്ന് നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മീൻസ് കുറഞ്ഞ ഒരു ചെറിയൊരു വീഡിയോ കൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വവും തൊഴിലിൻ്റെ മഹത്വവും ഒരുപോലെ കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് അഖിൽ. അപ്പം അഖിലിന് എന്താണ് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളോ, അല്ലെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലെ കാണുന്നതാണ് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാവുന്ന ഒരു കാര്യം, അഖിലിന് എന്താണ് പറയാനുള്ളത് അവരോടൊക്കെ? തീർച്ചയായിട്ടും എൻ്റെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്കത് വിജയം പറ്റും. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവരും, എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവരും, ഇപ്പോൾ വലിയ മീൻസ് വെളിയിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഇവിടെ കേരളത്തിലുള്ളവരാണെന്നുണ്ടെങ്കിലും എല്ലാവരാണെന്നുണ്ടെങ്കിലും ഒറ്റ കാര്യം എന്നോട് പറയുന്നത്, ഞങ്ങൾ ഇതേപോലെ സ്ട്രഗിൾ ചെയ്തിട്ട് വന്നതാണ്. നിന്നെ ഞങ്ങളിലൂടെ, അതായത് അവരെയാണ് എന്നിലൂടെ കാണുന്നത്. അപ്പോൾ അതാണ് അവർക്ക് കിട്ടിയ ഒരു ഇത്. അപ്പോൾ അവരാരും ഹാർഡ് വർക്ക്, ഇപ്പോൾ വെളിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അന്തു സാറാണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഇത്രയാണ് പറഞ്ഞത്. അതായത് അതായത് ഞാനും ഒരു വാർഡനായിട്ടാണ് വന്നത്. വാർഡനായി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിപ്പോൾ ഞാനൊരു ഇത് തുടങ്ങിയതാണെങ്കിലും എല്ലാം തന്നെ എനിക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും, ഇപ്പം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടാണ് അത്രയും എത്താൻ പറ്റിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ എന്തായാലും എത്തും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാനൊരു ഡെഡ് എൻഡ് ആയിട്ടായിരുന്നു അവിടെ ഇരുന്നത്. കാരണം എൻ്റെ ഈ A1 കഴിഞ്ഞതിന് ശേഷം എനിക്ക് അടുത്ത് ഫീസ് അടയ്ക്കണം. ഫീസ് അടയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയിട്ടാണെങ്കിലും ചോദിക്കുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. വീട്ടുകാരാണെങ്കിലും നമുക്കിപ്പോൾ വീടും കാര്യങ്ങളെല്ലാം പണയം വെച്ചിട്ട് എല്ലാം പോകേണ്ട കാര്യങ്ങൾക്കെല്ലാം തന്നെ ഫീസും അത് റെഡി ആക്കണം. നമുക്ക് ഏകദേശം ഒരു 4-5 ലക്ഷം രൂപേൻ്റെ അടുത്ത് വേണം. അപ്പോൾ അതെല്ലാം റെഡി ആക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ അങ്ങനെ അവിടെ നിൽക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ കൂടി തന്നെ നമ്മൾ വീണ്ടും ചോദിക്കുമ്പോൾ വീട്ടുകാർ ഓക്കെ ശരി തരും, ഇല്ലയെന്നല്ല, പക്ഷെ എന്നാലും എനിക്ക് ചോദിക്കുന്നതാണെങ്കിൽ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ഇരിക്കുകയായിരുന്നു, എന്താ ചെയ്യണം. പക്ഷെ കുഴപ്പമില്ല, പഠിച്ച എന്തെങ്കിലുമൊക്കെ പഠിച്ചവന് എവിടെയാണെങ്കിലും സ്ഥാനമേ ഉള്ളൂ, വിലയേ ഉള്ളൂ. അഖിൽ, എല്ലാവിധ ആശംസകളും ഫോക്കസ് ന്യൂസ് TV നേരുകയാണ്. അഖിൽ പറഞ്ഞ പോലെ പഠിച്ചവരെ, വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് വിലയുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു ചെറിയ വരുമാനമൊക്കെ കണ്ടെത്തി, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ തന്നാൽ കഴിയുന്ന ഒരു വരുമാനം കണ്ടെത്തി പഠിക്കുന്ന നിരവധി ആളുകളുണ്ടാകാം. അങ്ങനെ വിജയത്തിലെത്തിയ ആളുകളുണ്ടാവാം. അവർക്കെല്ലാം ഒരു പ്രചോദനമായി മാറുകയാണ് അഖിലിൻ്റെ വാക്കുകൾ. എല്ലാവിധ ആശംസകളും നന്മകളും ഉണ്ടാക്കട്ടെ. അഖിൽ സ്വപ്നം കാണുന്നത് പോലെ വിദേശത്തേക്ക് പറന്നുയരാനുള്ള ഭാഗ്യം ഉടൻ തന്നെ അഖിലിനുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV.